അലൈക്കും. എൻ്റെ പേര് ഷാക്കിർ എന്നാണ്. ഞാനിവിടെ സീനിയർ മാനേജർ റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊക്കെ അപ്ലൈൻ മാനേജറാണ്. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന സെക്ഷനാണ് ക്ലോസിംഗ് മീറ്റ്. സോ വെബിനാർ മുതൽ ആക്ഷൻ പ്ലാൻ വരെ ഒരു 6 to 7 days വരെ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്ത് സെലക്ഷൻ കിട്ടിയ മെമ്പേഴ്സിനാണ് ഈ ഒരു ക്ലോസിംഗ് മീറ്റ് കിട്ടുക. ക്ലോസിംഗ് മീറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്ത് വന്ന ട്രെയിനിങ്സിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലോസിംഗ് മീറ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അത് കമ്പനി ബേസ് ചെയ്തിട്ടായിക്കോട്ടെ, പ്രൊഡക്ട്സ് റിലേറ്റ് ചെയ്തുകൊണ്ടായിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റി ബേസ് ചെയ്തിട്ടായിക്കോട്ടെ, കൂടാതെ തന്നെ മാനേജർ ലിസ്റ്റിലോട്ട് സെലക്ഷൻ കിട്ടിയ മെമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു ക്ലോസിംഗ് മീറ്റ്. കൂടാതെ തന്നെ TTC എന്താണെന്നും TTCയുടെ പ്രാധാന്യം, അതേപോലെ ഫാസ്റ്റ് ട്രാക്ക് എന്താണ്, മീഡിയം ട്രാക്ക് എന്താണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കി തരുന്ന സെക്ഷനാണ് ഈ ഒരു ക്ലോസിംഗ് മീറ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. മസ്റ്റ് നിങ്ങൾ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യണം, മിസ്സാക്കരുത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. വൈകുന്നേരങ്ങളിലാവുമ്പോൾ ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഹൗസസും കിച്ചണിലോട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ ഹൗസസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ടാണ് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം ഈ ഒരു സെക്ഷൻ വെക്കുന്നത്. ഒരു ഏകദേശം ഒരു മുസ്ലിംസിനെ സംബന്ധിച്ച് തറാവീഹിന്റെ മുമ്പായിട്ട് തീരുന്ന രീതിയിൽ കൂടെ. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും 7 to ഏകദേശം ഒരു 8, 8:45 വരെ ഒരു ടൈം വരുന്ന ഈ ഒരു സെക്ഷൻ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് എല്ലാ ഡൗട്ട്സ് ക്ലിയർ ആക്കാൻ പറ്റും. കൂടാതെ ഈ ഒരു സെക്ഷൻ നിങ്ങളോട് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് ആണ് ഇന്നെ കേട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാരന്റ്സിനെ കൂടി ഒപ്പം അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ നോക്കുക. ഇനി ഒരു ഹൗസ് വൈഫ് ആണ് ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡിനെ കൂടി ഒപ്പം ഇരുത്തിയിട്ട് ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യിക്കുക. കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ഈ ഒരു സെക്ഷന്റെ ഏറ്റവും അവസാനത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ആണ് ഉള്ളത് ആ ഒരു ഡൗട്ട്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മീറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ അത് ഇന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി ഞാൻ പറയണേ എനിക്കത് ക്ലിയർ ആക്കി തരാൻ പറ്റും. സോ എല്ലാ ആൾക്കാരും സെക്ഷൻ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വിഷിംഗ് എ സക്സസ് ആൻഡ് താങ്ക് യു.